അപ്പോൾ ഇന്ന് അഞ്ജുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ അവൾക്കൊരു കുഞ്ഞ് കേക്ക് ബ്രൗണി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി 12 മണിക്ക് ഇപ്പോൾ ഇത് കൊണ്ടു കൊടുക്കാം. അപ്പം നമുക്കിത് കൊണ്ടു കൊടുക്കാം കേട്ടോ. അവിടെ ഉണ്ണിയുണ്ട്. 11:58 ഞാനതൊക്കെ സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് വരാം. ബൈ. Happy birthday to you. Happy birthday to you. Happy birthday. ക്യാൻഡിലൊക്കെ കുടിക്കുക. അയ്യോ കുടിക്കാൻ ഞാൻ ടീസ്പൂൺ birthday to you. കത്തി തപ്പിട്ട് ഞാൻ താഴെ പോയിട്ട് കത്തി കാണാല്ലേ മറ്റേത്. ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് ഗൈസ്. അഞ്ചിന്റെ പിറന്നാള് സന്ദർശിച്ച് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നു. അതെ അതെ. പഴംപൊരി ഗൈസ്, പഴംപൊരി. അഞ്ചു മണി ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി പിറന്നാൾ. തരാം തരാം ദോപ്പപ്പെടാം. അവിടെ വില മറ്റേ ലിറ്റർ ഇവിടെ വിളമ്പിക്കൊള്ളവർക്കൊക്കെ ഞങ്ങളപ്പം ഇരുന്നോട്ട് അച്ഛനിരുന്നോ? അച്ഛനൊക്കെ ഇതാ മൂസിക്കില്ലാത്ത എങ്ങനെയുണ്ട്? വീടെടുക്കണെങ്കിൽ ഞാനൊരു മിഠായി വാങ്ങാറുണ്ട്. ക്ലീനിങ് ആണെന്ന് എടുക്കണോ? അടുത്തോ ചേച്ചിനെ പണിയെടുക്കാണ്. അയ്യോ പണിയെടുക്കണേ മറ്റേ കൂടെ. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ചിട്ട് വയ്യാണ്ടായിട്ട് ഞങ്ങൾ മുകളിൽ വന്നപ്പോൾ അമ്മിനി ഉണ്ടായിരുന്നല്ലോ. അമ്മിനീനെ എന്താ പറയുക, പാട്ടൊക്കെ വെച്ചിട്ട് ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഞങ്ങൾ ചുമ്മാ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ ഇതാക്കാനുള്ള ഒരു പരിപാടിയിലായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ ഇതാക്കി. പിന്നെ ഞാനും അമ്മയും കൂടി കിടന്ന് ഉറങ്ങി. പിന്നെ വൈകുന്നേരമായപ്പോൾ എന്താ പറയുക, കേക്കൊക്കെ കട്ട് ചെയ്ത് സർപ്രൈസ് ആയിട്ട്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ എൻ്റെ ബർത്ത്ഡേ വരുന്നത് 30-ാം തീയതിയാണ്. അപ്പോൾ വിചാരിച്ചു അന്നാ കേക്ക് മുറിക്കാൻ ഉണ്ടാവാന്നാണ്. ഇത് സർപ്രൈസ് ആയിരുന്നു. ഇങ്ങനെ പിടിക്കാൻ
നല്ല ഫ്രീ ഇരിക്കോ ചേട്ടനോട് ചേട്ടൻ ആ സൈഡ് ചെല്ലി അത് ഓഫ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെന്നീ പരിപാടിക്ക് മൈക്ക് ഓഫ് ആണെന്നാണോ പറയുന്നത്? മൈക്ക് ഓഫ് ആണെന്നാണ് പറയുന്നത്. ആ ഇപ്പഴാണ് വർക്കായ മൈക്ക്. സെറ്റ്. ഒരെണ്ണം കുട്ടിക്ക് കൊടുത്തിട്ട് നീ മതി കൊടുത്തതെന്ന്. ആ ഗിഫ്റ്റ് ഏത് ഗിഫ്റ്റ്? അത് ശരിയാണല്ലോ. എന്തിട്ടായിരിക്കും ഫ്രിഡ്ജാ തോന്നണൂല്ലേ? ഫ്രിഡ്ജാ തോന്നണൂല്ലേ? എക്സ്പെക്ടേഷൻ കൊടുക്കണ്ട വെച്ചിട്ട് ചേട്ടനും അച്ഛനും കൂടി വാങ്ങിച്ചോ? ആരും കണ്ടിട്ടില്ല ഇവിടെ. പൊളിച്ചോ. കളർ കൊള്ളാല്ലേ? ഞാൻ പറഞ്ഞ പോട്ടത് അങ്ങനെ ശീലിച്ചിട്ട് അവർ സ്റ്റിക്കർ മറ്റേ തുറന്നോ? ആയി. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ പുതിയ ഫോൺ വീഡിയോ അപ്പൊ ഞാൻ പ്രതികാരം
രണ്ട് ഡ്രസ്സുണ്ട് പക്ഷെ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഒരു വൈൻഡപ്പ് ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും പറയണമല്ലോ, ഇതൊന്നും ഒരു ഇതില്ലാത്ത പോലെ നിന്നുപോയ വീഡിയോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നടന്നിട്ട് ഞാൻ പ്രതീക്ഷിക്കാതെ കുറേ ഗിഫ്റ്റേക്ക് കുറേ ഡ്രസ്സ് കിട്ടി ഗൈസ്. ഡ്രസ്സുകളൊന്നും നേരത്തെ വീഡിയോ ഇട്ടിട്ടില്ല, വരും വീഡിയോയിൽ ഞാൻ ഇട്ടാട്ടോ. കുറേ ഡ്രസ്സ് കിട്ടി, ഒരു 5 ഡ്രസ്സിന് മുകളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ എനിക്ക് ഫോൺ കിട്ടി ഗൈസ്. ആ ഫോണിനടുത്ത് ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടാന്ന് വിചാരിച്ചപ്പോൾ ഇതിനൊരു ഇതില്ല, വൈൻഡപ്പില്ല, ഒന്നുമില്ല. ഇപ്പോൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോലെ ഒരു സംഭവം. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ ബെൽ ബട്ടൺ അടിച്ച് അമർത്തി കേട്ടോ, എന്നാലേ നമ്മളെ വീഡിയോ ഒക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ